ഹലോ ഗൈസ്, അപ്പൊ ഞാൻ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പൊ സാമ്പാറിന് ഇവിടെ ഉള്ളതും ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് എല്ലാവരും കണ്ടോളി. കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇടുന്ന സംഭവമാണ്. അപ്പൊ നമ്മളെല്ലാം കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടിട്ട് നമുക്ക് പാകത്തിനൊന്ന് വെള്ളം ചേർക്കണം. അപ്പൊ നമ്മ വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി മഞ്ഞപ്പൊടി ഇടാം. ഇനി മുളക് പൊടി, നെക്സ്റ്റ് മല്ലിപ്പൊടി, നമുക്ക് സാമ്പാർ പൊടി ഇടാം. സ്വല്പം കായം കൂടി നമുക്കിടാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൊള്ളാം. ഇനി നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ വിസിലടിക്കുന്ന വരെ ഷോർട്ട് ബ്രേക്ക്. ഹലോ ഗൈസ്, നമുക്ക് കുക്കറിൽ വെച്ച സാമ്പാറിന്റെ വിസിലും പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതില് കടുക് പൊട്ടിച്ചിടണം. അത്രേ ഉള്ളു നെക്സ്റ്റ് പരിപാടി. അതിന് കടുക് പൊട്ടിക്കാം. അപ്പൊ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടുള്ള ചട്ടി ചൂടാക്കാം. വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന്
ഇതിലേക്ക് ഇടാം. ഗൈസ്, നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കടുകും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ സാമ്പാറിന്റെ പരിപാടികളെല്ലാം ഫിനിഷ്ഡ് ആണ്. ഇനി നമുക്കത് കഴിച്ചു നോക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ സാമ്പാർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടോ എന്ന് അറിയാനായിട്ട് കഴിച്ചു നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഉപ്പ് കൊണ്ടോ മസാല പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. കഴിച്ചു നോക്കിയിട്ട് നോക്കാം. നമുക്ക് ഈ വീഡിയോയിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തന്നെ വരാം. ഓക്കെ, ബൈ.